ചേച്ചി ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എന്റെ പേര് ജ്യോതി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു അധ്യാപികയാണ്. ഓക്കെ ഓക്കെ. ഇലക്ഷൻ വരികയാണല്ലോ, അതെ. ആര് ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? UDF ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എത്ര സീറ്റ് വരെ നേടും? ഒരു 75 മുതൽ 80 സീറ്റ് വരെ UDF എന്തായാലും നേടും. പക്ഷെ വീഡിയോ പറയുന്നത് 100-ന് മേലെ കിടക്കുന്നൊക്കെയാണല്ലോ. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, 100-ന് മേലെയാണ്. പക്ഷേ നമ്മൾ എല്ലാ മേഖലയും കൂടി നോക്കണല്ലോ. അങ്ങനെ സമയത്ത് എനിക്ക് തോന്നുന്നത് 75 മുതൽ 80 സീറ്റ് വരെ UDF നേടാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ ഈ അടുത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ഒരുപാട് തവണ പല രീതിയിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി, ED മറ്റുള്ള ഏജൻസികൾ. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയെ ഇത് ഒരു തവണ പോലും ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഒരു ഡീൽ ഉണ്ടെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഈ ഒരു ഇലക്ഷനെ നോക്കി കാണുകയാണെങ്കിൽ, നമ്മൾ പല മേഖലയിലും കേരളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, പല സ്ഥാനാർത്ഥികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഈ പാലക്കാട് അസംബ്ലിയിൽ പോലും കൃത്യമായിട്ട് ഒരു LDFന്റെ കാൻഡിഡേറ്റിനെ അവർ നിർത്തിയിട്ടില്ല. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ പല സ്ഥലങ്ങളിലും നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണല്ലോ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് BJPക്ക് അക്കൗണ്ട് തുടങ്ങാനോ അല്ലെങ്കിൽ BJP CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ ആണ് ഈ ഒരു ഇലക്ഷൻ കടന്നു പോകുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് 100-ൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? സ്ത്രീ സുരക്ഷയ്ക്കാണോ? 5 മാർക്ക് ഞാൻ കൊടുക്കുള്ളൂ. 5 മാർക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ MLA രാഹുൽ മാങ്കൂട്ടത്തെ രാത്രി MLA ആയിട്ട് പോലും റൂമിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഓക്കെ, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ എന്നാൽ മറുവശത്ത് ഭയങ്കര ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇപ്പൊ പാലത്തായി കേസ് ഉൾപ്പെടെയുള്ള സംഭവം നമുക്കറിയാം. അതിലൊക്കെ ഒരു കോടതി ചെവിക്ക് പിടിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ ഒരു ഈ ഡീലിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണോ? അതെ, തീർച്ചയായിട്ടും. അത് രാഹുൽ മാങ്കൂട്ടം MLA സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CPM വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു MLA ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം MLA. വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സ്ത്രീ സുരക്ഷയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം CPM-ലുള്ള MLA-മാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ മുകേഷ് കറപ്റ്റഡ് ആയിരുന്നു. അതുപോലെ ഈ അടുത്ത് നമ്മൾ കേട്ട ഒരു പേരാണ് ഗണേഷ് കുമാറിന്റെ, അദ്ദേഹം കറപ്റ്റഡ് ആണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് വ്യക്തിപരമാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം MLA-യുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഈ ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ്. പാലക്കാട് കൃത്യമായിട്ട് BJP-യിൽ വോട്ട് ബാഗ് തുറക്കാൻ വേണ്ടിയിട്ട്, അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് CPM നടത്തുന്ന ഒരു പോരാട്ട നാടകത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം MLA-യെ ടാർഗറ്റ് ചെയ്തത് എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ പാലത്തായി ഉൾപ്പെടെയുള്ള കേസുകൾ നമുക്കറിയാം. അതിൽ BJP-യുടെ ആളുകൾ ഉണ്ടായിട്ട് പോലും ഒരു വട്ടം പോലും മുഖ്യമന്ത്രി അവരുടെ പേരുകൾ ഉന്നയിക്കാനോ പാലത്തായിലെ കേസിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനോ CPM ശ്രമിച്ചിട്ടില്ല. അപ്പം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ UDF-ന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു MLA എന്തെങ്കിലും ഒരു കാര്യത്തിൽ, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെടുകയാണെങ്കിൽ അത് ഏറ്റവും അധികം മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ആ ഡീലിന്റെ ഭാഗമാണ്. ഈവൻ ഒരു കാര്യം കൂടി എടുത്തു പറയാം, ഇത്രയും കാലമായിട്ട് 9 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ ഇന്നേ വരെ പ്രധാനമന്ത്രിയെ കുറിച്ച് ഒരു വാക്ക് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പിണറായി വിജയൻ ഇന്നേ വരെ പ്രധാനമന്ത്രിയെ പൊതുസമൂഹത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്ന് ഊന്നി സംസാരിക്കുന്നത് പോലും നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഈ ഡീലിന്റെ ഭാഗമായിട്ടാണ്. അതാണ് സംഭവം അല്ലെ? ഇലക്ഷന്റെ സമയത്ത് ഉള്ളൊരു സ്റ്റണ്ട് മാത്രമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് ഇലക്ഷന്റെ സമയത്ത് മാത്രമല്ല, ഈ 9 വർഷക്കാലമായിട്ട് പോലും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ ഒരു കേസ് വന്ന സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കേസ് പോലും തേച്ച് മായ്ച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ലാവ്ലിൻ കേസ് വരെ പലവട്ടം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയുണ്ടത്. അപ്പൊ ഇതൊക്കെ ഈ ഡീലിന്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു ഇലക്ഷൻ മാത്രമല്ല, കൃത്യമായിട്ട് 9 വർഷക്കാലം ഇവിടെ CPM ഭരിക്കുന്നത് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ പാലക്കാട് ഒരു അക്കൗണ്ട് തുറക്കുമോ ഈ സാഹചര്യത്തിൽ? ഇല്ല, പാലക്കാട് എന്തായാലും അക്കൗണ്ട് തുറക്കില്ല. അവിടെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് തന്നെയാണ് UDF-നുള്ളത്. അവിടെ അങ്ങനെ എളുപ്പം അക്കൗണ്ട് തുറക്കില്ല. അത് പേടിച്ചിട്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഈ പിഷാരടിക്കെതിരെ വിവിധ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ അതൊക്കെ ഒരു പേടിക്കുന്ന ഭാഗമായിട്ടാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആരാകും മുഖ്യമന്ത്രി? അപ്പം അത് പറയേണ്ടത് ഞാനല്ല, അത് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് UDF-ന്റെ. എന്നാലും മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അദ്ദേഹം തന്നെ ആവട്ടെ എന്നാണ്. അങ്ങനെയില്ല, രമേശ് ചെന്നിത്തല സാറിനും ഇത് ഒരുപാട് ആഗ്രഹം ഉള്ളതായിട്ട് തോന്നുന്നു അല്ലേ? അതെ, രണ്ടുപേരും നല്ല കാൻഡിഡേറ്റ്സ് ആണ്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. രണ്ടുപേര് വന്നു കഴിഞ്ഞാലും അത് കേരളത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഓക്കെ മാഡം, നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം. തീർച്ചയായിട്ടും. ജാസ് ടോക്സ് ആണ് ഈ ഒരു പേജ്. വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകളായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വരുന്ന ഒരു പേജാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു പേജ് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.